أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. أما بعد. നീരോൽപ്പലത്തിൽ നിന്ന് വന്ന കള്ളിയൻ അലവിക്കുട്ടി ഹാജിയെ ജ്യേഷ്ഠൻ പള്ളിയുടെ മുറ്റത്ത് കാത്തു നിൽക്കുന്നത്. പെട്ടെന്ന് അദ്ദേഹവുമായി ഒന്ന് ബന്ധപ്പെടുന്നു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا والذين أوتوا العلم درجات. وقال نبينا محمد صلى الله عليه وسلم لموت قبيلة أيسر من موت عالم. ആദരണീയരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളവറുകളും വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന ആദരണീയരായ ബഹാവുദ്ദീൻ ഉസ്താദ് അവറുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സമുന്നതരായ പണ്ഡിത മഹത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴടങ്ങരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാരഥന്മാരായ നേതാക്കളെ, സയ്യിദുമാരെയും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെയും കേരളത്തിലെ മറ്റൊരുപാട് സമുന്നത കലാലയങ്ങളുടെയും നേതൃത്വത്തിലിരിക്കുന്ന സമുന്നതരായ നേതാക്കളെ, ആദരണീയരായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് അവറുകളുടെ കുടുംബാംഗങ്ങളെ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഉസ്താദുമാർ, മഹാനായ ഉസ്താദ് അവറുകളുടെ ആത്മീയ ബന്ധത്തിന്റെ പേരിൽ, ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പേരിൽ മഹാനവറുകളുടെ ആത്മീയമായ ലോകത്തെ വിജയത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ ദുആ മജ്ലിസിൽ മഹാനവറുകളുടെ പേരിൽ ദിക്ർ ചൊല്ലാനും ദുആ ചെയ്യാനും ഒക്കെ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന സ്നേഹനിധികളായ സഹോദരങ്ങളെ, വിദ്യാർത്ഥികൾ, ഏതൊരു മഹാന്റെ വേർപാടിന്റെ ദുഃഖത്തിലാണോ നമ്മളുള്ളത്, ആ മഹാനുഭാവനോടൊപ്പം സന്തോഷത്തോടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഈ സദസ്സ് കാരണമാക്കി തരട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. മഹാരഥന്മാരായ ഒട്ടേറെ പണ്ഡിതന്മാർ, നേതാക്കൾ, മഹാനായ ഉസ്താദുമായി അടുത്തിടപഴകാൻ സൗഭാഗ്യം ലഭിച്ച, വർഷങ്ങളോളം ഒരുമിച്ച് പ്രവർത്തിക്കാൻ സൗഭാഗ്യം ലഭിച്ച പണ്ഡിതന്മാരും നേതാക്കളുമാണ് മഹാനവറുകളെ കുറിച്ച് അനുസ്മരിച്ചതും നാടിന്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനുസ്മരണങ്ങളിൽ പങ്കെടുത്ത് മഹാനായ ഉസ്താദ് അവറുകളിൽ നിന്ന് ലഭിച്ച നന്മ എന്ത് എന്ന സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വളരെ വിശാലമായ ഒരു അനുസ്മരണ പ്രഭാഷണത്തിനല്ല എഴുന്നേറ്റ് നിന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഉസ്താദ് അവറുകളുടെ പേരിലുള്ള ദിക്ർ ദുആയുടെ മജ്ലിസ് അധികം താമസിയാതെ ആരംഭിക്കാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മാർഗദർശനത്തിനായി പ്രവാചകന്മാരെ നിയോഗിച്ചതിനെ കുറിച്ച് ഖുർആൻ പലയിടങ്ങളിലായി പ്രതിപാദിച്ചിട്ടുണ്ട്. റസൂലൻ മുബശ്ശിരീന വ മുൻദിരീൻ لئلا يكون للناس على الله حجة بعد الرسل.
1,24,000 വരുന്ന പ്രവാചകന്മാർക്ക് പരിസമാപ്തി കുറിച്ചാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലശേഷം ലോകത്ത് പ്രവാചകന്മാർ കടന്നു വരാനില്ല. ആ ദൗത്യം നിർവഹിക്കേണ്ടത് സമൂഹത്തിലെ പണ്ഡിതന്മാരാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് സമൂഹത്തെ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പ്രവാചകന്മാരുടെ അനന്തരക്കാരാണ് പണ്ഡിതന്മാർ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതേ നബി തന്നെയാ പറഞ്ഞത്, ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ് എന്ന് പറഞ്ഞതിന് ഒരുപാട് വിശാലമായ അർത്ഥതലങ്ങളും വ്യാഖ്യാനങ്ങളും. ഇസ്രായേൽ സന്തതികളിൽ വന്നിരുന്ന പ്രവാചകന്മാർ ഓരോ ദേശത്തേക്കും ഓരോ സമൂഹത്തിലേക്കും ഓരോ പ്രദേശത്തേക്കും നിയോഗിക്കപ്പെട്ട പോലെ എന്റെ സമുദായത്തിലും ഓരോ ദേശത്തിനും ഓരോ നാടിനും പ്രദേശത്തെയും ആ പ്രദേശത്തെ ഇസ്ലാമിക ചൈതന്യത്തിനും പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ പറ്റാവുന്ന അലീമ്യങ്ങൾ ഓരോ സമൂഹത്തിലും ഓരോ നാട്ടിലും ഉണ്ടാകുമെന്ന സൂചന പോലും ഈ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് അവർകൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അനന്തരക്കാരനായ അലീമ്യങ്ങളിൽ പെട്ടവരാണോ അല്ലേ എന്ന് നമ്മളല്ല പറയേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനിക്കാൻ കടന്നു വന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ ഈ വിഷയ സംബന്ധമായി എന്ത് സംസാരിക്കുന്നു എന്ന് നിഷ്പക്ഷമായി പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ എന്തുകൊണ്ട് മഹാനായ ശംസുൽ ഉലമാ നബ്ബറല്ലാഹു മർഖദ മഹാനവരുടെ കാലശേഷം ഉസ്താദ് എങ്ങനെ ഈ പദവിയിലേക്ക് എത്തിച്ചേർന്നു എന്നത് രാജാതിരാജനായ അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനമാണ് എന്ന് നിഷ്പക്ഷമായ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് ഉഖർവിയായ അലീമിങ്ങളുടെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അനന്തരക്കാരായ അലീമിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ പരിശുദ്ധ ഖുർആനും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പല ഭാഗങ്ങളിലായി സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല മഹാനായ ഉസ്താദ് അവരുടെ പ്രത്യേകത നമുക്കറിയാവുന്നതുപോലെ ഏതു കാര്യവും ആധികാരികമായി പരിശുദ്ധ ഖുർആനിന്റെയോ പരിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ വളരെ വ്യക്തമായ വചനങ്ങളുടെയോ ദർശനത്തിലായിരുന്നു മഹാനവറുകൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊരു സത്യമാണ്. ഏതു കാര്യം എടുത്തുതിരിക്കുമ്പോഴും അതിന്റെ പിന്നിലുള്ള തെളിവ് വളരെ വ്യക്തമായ രീതിയിൽ തിരിക്കുകയും സമൂഹത്തിന് പഠിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു മഹാനവറുകൾ. മഹാനായ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് അവർകൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അനന്തരക്കാരൻ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പണ്ഡിത മഹത്തുക്കളിൽപ്പെട്ടവരാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് തന്നെ ആ മഹാനവറുകൾ പലപ്പോഴും പ്രഭാഷണങ്ങളിൽ എടുത്തുതിരിക്കാറുമുണ്ടായിരുന്നു. ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ ക്യാമ്പസിലേക്ക് ആദ്യമായി കടന്നു വന്ന സമയം ക്ലാസ് ഉദ്ഘാടനത്തിന്റെ ദിവസം രക്ഷിതാക്കളൊക്കെ കൂട്ടിയുള്ള ആ സദസ്സിൽ മഹാനായ ഉസ്താദ് അവർകൾ ഈ ഹദീസ് ഓതിയത് ഇന്നും ഞാൻ ഓർത്തു പോവുകയാണ്. അള്ളാഹു ഒരാളിൽ നന്മ ഉദ്ദേശിക്കുന്നു എന്നതിന് തെളിവാണ് അദ്ദേഹത്തെ ദീനിലെ ഫഖീഹാക്കുന്നത് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തിരുവചനം മഹാനവറുകളുടെ അധരങ്ങളിൽ നിന്ന് തന്നെ പലപ്പോഴും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരാളെ നന്മ ആഗ്രഹിക്കുന്നു, അയാളെ അള്ളാഹു ഖൈറിനായി തെരഞ്ഞെടുക്കുന്നു എന്നതിന് തെളിവ് അയാളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലെ പണ്ഡിതനാക്കി മാറ്റുക എന്നാണ്. പണ്ഡിതൻ ധർമ്മസ്ഥിതനാക്കുക എന്ന് തന്നെ എടുത്തു പറയാറുണ്ട്. എന്നിട്ട് പറയാറുണ്ടായിരുന്നത് പരിശുദ്ധ ഖുർആനും ഹദീസും ഇറങ്ങിയത് തന്നെ ജനങ്ങൾക്ക് എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് പഠിപ്പിക്കുവാനാണ്. അപ്പോ ഒരാൾ കർമ്മശാസ്ത്ര പണ്ഡിതനായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആനും ഹദീസുമെല്ലാം ഗ്രഹിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമാവലികൾ അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ വ്യക്തമായി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നവരാണ് ഫുഖഹാക്കൾ എന്ന് പറയുന്നവർ. അപ്പൊ അല്ലാഹു ഒരാളെ കർമ്മശാസ്ത്ര മേഖലയിൽ തെരഞ്ഞെടുക്കുന്നു എന്നത് അയാളിൽ അല്ലാഹു നന്മ ഉദ്ദേശിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്.
പുണ്യനബിയുടെ മറ്റൊരു ഹദീസ് ഇങ്ങനെ വായിക്കാൻ കഴിയും. ഇവിടെ പറഞ്ഞ ഒട്ടേറെ ഉസ്താദുമാർ മാത്രമല്ല ശൈഖായെ കുറിച്ച് പറയുമ്പോൾ ഏത് മേഖല നമ്മൾ പറയാൻ വിട്ടുപോയാലും മഹാനായ ചെറുശ്ശേരി ഉസ്താദ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കർമ്മശാസ്ത്ര വിഷയത്തിൽ ഏതിലും അന്തിമമായി തീരുമാനം പറയാൻ പറ്റാവുന്ന ഒരു പണ്ഡിതൻ എന്ന് കേവലം പണ്ഡിതന്മാർ മാത്രമല്ല മഹാനായ ഉസ്താദുകളെ പരിചയപ്പെട്ടവരും കേരളക്കാരുമൊക്കെ ഏതൊരു വിഷയത്തിലെയും അവസാന വാക്കിനായി കൊണ്ടോട്ടിയിലേക്കും ദാറുഹുദായിലേക്കും വരാറുണ്ട് എന്ന് പല നേതാക്കളും അനുസ്മരിച്ച പോലെ ഞാൻ അനുസ്മരിക്കുന്നു. മാത്രമല്ല പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം റസൂലുള്ളാഹി പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വഅബദല്ലാഹു തആല ബിശൈഇൻ അഫ്ളന മിൻ ഫഖ്ഹിൻ ഫിദ്ദീൻ. ഒരാൾ ദീനിന്റെ കർമ്മശാസ്ത്ര മേഖലയിൽ പഠിച്ച് ഗഹനമായ വിഷയങ്ങൾ പഠിച്ചു വിലയിരുത്തുക എന്നത് അല്ലാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് എന്നെടുത്തു പറഞ്ഞ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വല ഫഖീഹുൻ വാഹിദുൻ അശദ്ദു അല ശൈത്താനി മിൻ അൽഫി ആബിദ്. 1000 ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആബിദുകളെക്കാളും അല്ലാഹുവിന് പിശാചിന് ഏറ്റവും ഭയം ഒരു ഫഖീഹിനെയാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് വലികുല്ലി ശൈഇൻ ഇബാദുൻ വഇമാദു ഹാദദ്ദീനി അൽ ഫഖ്ഹു. ഏതൊരു വിഷയത്തിനും അതിനെ പിടിച്ചു നിർത്തുന്ന തൂണുകളുണ്ട്. എന്നാൽ ഈ ദീനിന്റെ തൂൺ ഫിഖ്ഹാണ്, കർമ്മശാസ്ത്രമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞത് മഹാനവറുകൾ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ അനന്തരക്കാരായ പണ്ഡിതന്മാരുടെ ഗണത്തിലാണ് എന്ന് പുണ്യനബിയുടെ ഹദീസുകൾ വിശകലനം ചെയ്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു ആ മഹാനുഭാവന്റെ വഴി പിൻപറ്റാൻ തൗഫീഖ് ചെയ്യട്ടെ. മാത്രമല്ല ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ള ആളാണ് നിങ്ങളെന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഗുരുവ് കൂടെയായിരുന്ന സ്വന്തം പിതാവ് തന്നെയാണ്. മഹാനായ ബഹാദുർ ഉസ്താദ് പറഞ്ഞല്ലോ, പട്ടിക്കാട് ജാമിഅ നൂരിയയിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോ ബാഖിയാത്തുസ് സ്വാലിഹിലേക്ക് പറഞ്ഞത് നീ എവിടേക്ക് പോകേണ്ടതില്ല, അവിടെ പഠിച്ചവരൊക്കെയും നിന്റെ അടുത്തേക്ക് വരും എന്ന് ഈ 10-22 വയസ്സുള്ള കുഞ്ഞുമോനെ നോക്കി പറയാൻ മാത്രം എന്റെ മോൻ ഈ മേഖലയിൽ വളർന്നിട്ടുണ്ട് എന്ന് ഗുരുവായ പിതാവിന് തന്നെ ബോധ്യപ്പെടുകയാണ്. സത്യത്തിൽ പല പിതാക്കന്മാരും പറയാറുള്ളത് എന്റെ കുട്ടീന് പറ്റൂല എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബോധ്യപ്പെടാറില്ല. അപ്പം മികവ് കൊണ്ടാണ്, ഈ വിഷയത്തിൽ മികവ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഏതൊരു വിഷയത്തിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തിൽ അയാളെ ഇഷ്ടപ്പെട്ടു എന്നതിന് തെളിവാണ് ആ വിഷയത്തിൽ അയാൾക്ക് ഭൂമിയിൽ സ്വീകാര്യത ഉണ്ടാവുക എന്നത്. പിന്നെ അദ്ദേഹത്തിന് ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കും എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. ഞാൻ പറഞ്ഞത് സ്വന്തം പിതാവ് അംഗീകരിച്ചു, അല്ലെങ്കിൽ സ്വന്തം പിതാവ് കുട്ടിയുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അത്യുന്നതമായ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ഉടനെയായിരുന്നു, അധികം താമസിയാതെയാണ് കേരളത്തെ തന്നെ ഇളക്കിമറിച്ച വളപുരം തലാഖുണ്ടായത്. ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അക്കാദമിയിൽ അന്ന് വിദ്യാർത്ഥിയായിരുന്ന ഞങ്ങൾക്കറിയാം അതിന്റെ പ്രയാസം. ഉസ്താദ് അവറുകളെ ആ ഒരു സമയത്ത് ഉസ്താദ് അവറുകളെ എത്രമാത്രം പ്രയാസപ്പെടുത്തിയിരുന്നു എന്ന്. ക്ലാസ്സിൽ വന്ന സമയത്തും പല കാര്യങ്ങളും ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയാണ്, സത്യം അങ്ങനെയാണ് എന്നായിരുന്നു. കേരളത്തിന്റെ തെരുവുകളിൽ പോലും ആ വിഷയം ചർച്ച ചെയ്തല്ലോ. മഹാനായ ഉസ്താദ് അവറുകൾ പറഞ്ഞതല്ലാത്തൊരു മതവിധി അതിനുണ്ട് എന്ന് പറഞ്ഞവർ പോലും, ശത്രുതയുടെ പേരിൽ പറഞ്ഞവർ പോലും അവർക്ക് തിരുത്തേണ്ടി വന്നു. മഹാനവറുകൾ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന്. സത്യത്തിൽ വളപുരം തലാഖ് മഹാനായ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റ മഹാനായ ഉസ്താദ് അവറുകളുടെ ഇൽമിന്റെ അതേപോലെ വിജ്ഞാനത്തിന്റെ ആഴം എത്രയുണ്ട് എന്ന് കേരളക്കാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടെയായിരുന്നു എന്നാണ് നമ്മൾ ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഇവിടെ ഏറെ വേദനയോടെ നമ്മൾ ഓർക്കുന്ന ഒരു ഹദീസ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമുണ്ട്. പുണ്യനബി സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ ഇന്നകും ഫീ സമാനിൻ കതീരിൻ ഫുഖാഹു ഖലീലിൻ ഖുറാഉ വഖുതബാഉ ഖലീലിൻ സായിലുഹു കതീരിൻ മുഅതു അൽ അമലു ഫീഹി ഖൈറും മിനൽ ഇൽം. സ്വഹാബ, നിങ്ങളുടെ ഈ കാലം എന്ന് പറയുന്നത് കതീരിൻ ഫുഖാഹു, കർമ്മശാസ്ത്ര വിധി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന എത്രയോ ആളുകൾ ഉള്ള കാലമാണ് സ്വഹാബ നിങ്ങളുടെ ഈ കാലം. ഒരാളോട് ഏതെങ്കിലും ഒരു മതവിഷയത്തിൽ ഒരു വിധി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന എത്രയോ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് സ്വഹാബ. ഖലീലിൻ ഖുറാഉഹു വഖുതബാഉ, പ്രഭാഷകന്മാർ കുറഞ്ഞ കാലമാണ് സ്വഹാബ നിങ്ങളുടെ ഈ കാലം.
ഖലീലിൻ സായിലൂഹു, ചോദിക്കുന്നവർ വളരെ വിരളമാണ്. കാരണം എല്ലാവരും നന്നായി പഠിച്ചവരാണ്. കഥീരിൻ മുഅ്തു, നൽകാൻ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അത് നൽകാൻ സന്നദ്ധരുള്ളവർ ധാരാളമാണ്. അൽ അമലു ഫീഹി ഖൈറും മിനൽ ഇൽം, ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ വിജ്ഞാനം പഠിക്കുന്നതിനേക്കാളും മഹത്തരം പ്രവർത്തനങ്ങളിൽ അമലുകളിൽ മുഴുകലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനിയുള്ള ഭാഗമാണ് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. എന്റെ ഉമ്മത്തിന് ഒരു കാലം കടന്നു വരാനുണ്ട്. ഖലീലിൻ ഫുഖഹാഉഹു, ആ കാലഘട്ടത്തിൽ കർമ്മശാസ്ത്രത്തിൽ പ്രാവീണ്യമുള്ള പണ്ഡിതന്മാർ കുറഞ്ഞ കാലമായിരിക്കും. കസീറുൻ ഖുതബാഉ, പ്രഭാഷകന്മാർ ധാരാളം ഉണ്ടാകും. ഖലീലിൻ മുഅ്തു, ഒരു മതവിധി ചോദിച്ചാൽ പറയാൻ പറ്റാവുന്നവർ വളരെ വിരളമായിരിക്കും. കസീരിൻ സായിലുഹു, അന്നും മതവിധി തേടി വരുന്ന ആളുകൾ എമ്പാടുമുണ്ടാകും. പക്ഷേ നൽകാൻ പറ്റാവുന്ന ആളുകൾ വളരെ വിരളമായിരിക്കും. അൽ ഇൽമു ഫീഹി ഖൈറും മിനൽ അമൽ, ആ കാലഘട്ടത്തിൽ അമലുകളിൽ മുഴുകിയിരിക്കുന്നതിനേക്കാളും പ്രധാനം ഇൽമു പഠിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ രക്ഷാകവചങ്ങളായി മാറലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ ഉണ്ടായ പിഴവ് നികത്തുമാർ ഉള്ള പകരക്കാരെ അല്ലാഹു ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. മാത്രമല്ല, ആധുനിക ശാസ്ത്രം മുന്നോട്ട് ഗമിച്ച ഒരുപാട് പുതിയ പുതിയ വിഷയങ്ങൾ കടന്നു വന്നു. എല്ലാവരും ആ സമയത്ത് പറഞ്ഞത് എന്താ? ചെറുശ്ശേരി ഉസ്താദ് ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നായിരുന്നു. ചെറുശ്ശേരി ഉസ്താദ് വിഷയത്തിൽ പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ, ചർച്ചകളൊക്കെ നടന്നപ്പോഴും ആ ചർച്ചകളിൽ എന്ത് സമൂഹത്തോട് പറയണം? റോഡിങ്ങിലൂടെ മനുഷ്യ പരമ്പരക്ക് തന്നെ ഭീഷണിയാകുമാർ ഒരു മറുസംവിധാനം ഉണ്ടാകുമെന്ന് ലോകം അന്ന് വളരെ ഭയപ്പാടോടെ കണ്ടിരുന്ന കാലഘട്ടം. മാത്രമല്ല, അവയവദാനം പോലെയുള്ള ഒരുപാട് പുതിയ പുതിയ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോ വളരെ വ്യക്തമായ വിഷയത്തിന് കർമ്മവിധി പറയാൻ മുന്നോട്ട് വന്ന മഹാനായ ശൈഖുനായുടെ, ആ മഹാനവറുകളുടെ
അപ്പൊ ഒന്ന് കർമ്മശാസ്ത്ര എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയത്തിനകം ഞാൻ എന്റെ അനുസ്മരണ പ്രഭാഷണം അവസാനിപ്പിക്കും. വളരെ വിശാലമായ ഉസ്താദ് അവരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കാവതല്ല ആ ജീവിതം എന്ന് അടുത്തറിയുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉഖ്റവിയായ ജീവിതം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഒന്ന്, പരിശുദ്ധമായ ദീനിലെ കർമ്മശാസ്ത്രത്തിൽ അവഗാഹമുണ്ടാവുക എന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത്. ആ അനുഗ്രഹം അള്ളാഹു നൽകിയ മഹാനായിരുന്നു ഉസ്താദ് എന്നാണ് നമ്മൾ ഒന്നാമതായി പറഞ്ഞത്. രണ്ടാമത്, ഒരാൾ അള്ളാഹു അനുഗ്രഹിച്ചു എന്നതിന് അടയാളമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് യുത്തിൽ ഹിക്മത വമൻ യുത്തിൽ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു ഹിക്മത്ത് നൽകുക. വമൻ യുത്തിൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കതീറ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ് എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹു ആർക്കെങ്കിലും ഹിക്മത്ത് നൽകുകയാണെങ്കിൽ ആ നൽകപ്പെട്ട ആൾ ഫഖദ് ഊതിയ ഖൈറൻ കതീറ, ധാരാളം നന്മകൾ നൽകപ്പെട്ട ആളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. നോക്കൂ നിങ്ങൾ, ഫഖദ് ഊതിയ ഖൈറൻ കതീറ, നേരത്തെ പറഞ്ഞത് യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അപ്പൊ ഹിക്മത്ത് ലഭിക്കുക എന്നത്, ഒരാൾക്ക് അള്ളാഹു ഹിക്മത്ത് നൽകിയാൽ, ഏതാണ് ഹിക്മത്ത്? ഹിക്മത്ത് എന്നതിന് പല വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളുമുണ്ട്. ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ് ഹിക്മത്തിന്റെ അർത്ഥം എന്താണ്? മഹാരഥന്മാരായ പണ്ഡിതന്മാർ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്, ഞാനങ്ങോട്ട് കടക്കുന്നില്ല. ഈ ചർച്ചകളെല്ലാം രേഖപ്പെടുത്തി മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഹിക്മത്ത് എന്നതിന് ഇൽമെന്നും ഫിഖ്ഹെന്നും ഖുർആനെന്നും നാഫിയായ ഇൽമെന്നും ഒക്കെ പല പണ്ഡിതന്മാരും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഇന്നഹു ലയഖഉ ഫീ ഖൽബി അന്നൽ ഹിക്മ ഹുവൽ ഫഖ്ഹു ഫിദ്ദീൻ. ഹിക്മത്ത് എന്നതിന് എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നത് അത് അൽ ഫഖ്ഹു ഫിദ്ദീൻ, ദീനിൽ കർമ്മശാസ്ത്ര മേഖലയിൽ അവഗാഹമായ പാണ്ഡിത്യം ഉണ്ടാവുക എന്നതാണ്. ദീനിൽ അവഗാഹമുള്ള പാണ്ഡിത്യം ഉണ്ടാവുക. എന്നിട്ട് പിന്നെ മഹാനവറുകൾ പറയുകയാണ് അതിന്റെ കൂടെ വഅംറുൻ, ഹിക്മത്ത് എന്ന് പറയുന്നത് വഅംറുൻ യുദ്ഖിലുഹു അല്ലാഹു ഫിൽ ഖുലൂബ് മിർ റഹ്മതിഹി വഫദ്ലിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരാളുടെ മനസ്സിലേക്ക് അള്ളാഹു വരുത്തുന്ന ഒരു പ്രത്യേകമായ കാര്യമാണ് ഹിക്മത്ത് എന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് മഹാന്മാർ തന്നെ വിശദീകരിക്കുന്നു, ഇന്നക തജിദു റജുല ആഖിലൻ ഫീ അംരി ദുനിയ ലാ നദരിൻ ഫീഹാ. ചില ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവർ ഐഹികമായ വിഷയത്തിൽ വളരെ കുശാഗ്രമായ ബുദ്ധിയുള്ളവരും കാഴ്ചപ്പാടുള്ള ആളുകളുമായിരിക്കും അവർ. വതജിദു ആഖറ, വേറെ ചില ആളുകൾക്ക് നിങ്ങൾക്ക് കാണാം ലൈഫൻ ഫീ അംരി ദുനിയ, അവർ ഐഹികമായ ദുനിയാവിന്റെ കാര്യത്തിൽ അവർ വളരെ ബലഹീനരാണ്. ആലിമൻ ബി അംരി ദീനിഹി ബസീറൻ ബി, ദീനിന്റെ കാര്യങ്ങളിൽ ഉൾക്കാഴ്ച ഉള്ള ആളുകളാണ്. ഈ ഇബാറത്ത് ഞാൻ വായിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ഓർമ്മ വന്നത് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവറുകളെയാണ്. വയനാട് ഖാദിയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഉസ്താദ് ഉള്ള പരിപാടിയിലേക്ക് ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്യാനുള്ളൊരു സൗഭാഗ്യമുണ്ടായി. ദുനിയാവിന്റെ വിഷയത്തിൽ വലിയ വിവരമൊന്നുമില്ലാത്തവരാണ് എന്ന് ഞാൻ പറയുന്നത് എന്റെ ജീവിതത്തിൽ അനുഭവമാണ്. പലപ്പോഴും പല കാര്യങ്ങളും യാത്ര ചെയ്യുമ്പോൾ കാണുമ്പോൾ ചോദിക്കും അതെന്താണ് എന്ന് നമ്മളോട് ചോദിച്ചു മനസ്സിലാക്കാറുണ്ട്. മഹാനായ ഉസ്താദ് അവർക്ക് കോഴിക്കോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സാധനവും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കറിയുണ്ട്, പായസമുണ്ട്, തൈരുണ്ട്, ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഉസ്താദ് അവർകൾ ഈ പായസം എടുത്ത് തൈരാണ് എന്ന് കരുതി ചോറിലേക്ക് ആദ്യമായി ഒഴിച്ചത് ഞാൻ ഓർത്തുപോയി. ഇത് വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് ദുനിയാവിന്റെ കാര്യത്തിൽ ലൈഫൻ, അവർ വളരെ ലൈഫായിരിക്കും. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ വളരെ കാഴ്ചപ്പാടുള്ള ആളുകളായിരിക്കും അവർ. അള്ളാഹുവിന്റെ അനന്തരക്കാരായ പണ്ഡിതന്മാർക്ക് അള്ളാഹു നൽകും ഖൈറിൽ നിന്നൊരു വിഹിതം അള്ളാഹു ആ പണ്ഡിതന്മാർക്ക് നൽകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. മഹാനായ ശൈഖുനായുടെ ജീവിതം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ കൂറ്റനാട് മഹാനായ കെ.വി. ഉസ്താദ് അവറുകൾ പരിശുദ്ധമായ ഖുർആനിന്റെ പരിഭാഷ എഴുതുന്നതിനോടനുബന്ധിച്ച് വലിയൊരു ചർച്ച സമസ്തയിൽ ഉണ്ടാവുകയുണ്ടായി. മഹാനായ ബഹൗദ്ദീൻ ഉസ്താദ് അവറുകളും കൂടെ ഉസ്താദ് അവറുകളുടെയും കൂടെ പിന്നെ മേൽനോട്ടത്തിലായിരുന്നല്ലോ അത് പിന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടതും എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് സംബന്ധമായി വലിയൊരു ചർച്ചയുണ്ടായി. കെ.വി. ഉസ്താദ് മഹാനായ സംസുൽമയും ഖണ്ണിത്തുത്താദൊക്കെ പങ്കെടുത്ത ചർച്ചയാണ്. പരിശുദ്ധമായ ഖുർആനിനോടും ഹദീസിനോടും ദീനിന്റെ കാര്യങ്ങളോടുമുള്ള കൽബിലുണ്ടാകേണ്ട അതിമഹത്തായ ബഹുമാനവും ആദരവും പഠിപ്പിച്ചവരാണല്ലോ നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾ, അല്ലേ? സമസ്തക്ക് നേതൃത്വം നൽകിയവരെന്ന് പറയുന്നവരാരാ?
ചോക്കിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതാൻ പറ്റുമോ എന്ന ചർച്ച ലോകത്ത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ, ഏതെങ്കിലും ഒരു മുഷാവർ, ഏതെങ്കിലും ഒരു പണ്ഡിത സംഗമത്തിൽ ആ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് കേരളത്തിലാകുമെന്നാണ്. എന്തേ പരിശുദ്ധ ഖുർആൻ ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതിയാൽ അത് മായ്ക്കുമ്പോൾ അതിന്റെ ചോക്കയുടെ പൊടി താഴേക്ക് വീഴും, അത് കാലുകൊണ്ട് ചവിട്ടി പോകുന്നത് ഖുർആനിനോടുള്ള അനാദരവാകുമോ എന്നിവരെ ചർച്ച നടന്ന നാടാണ് നമ്മുടെ നാട്, അല്ലെങ്കിൽ പണ്ഡിത നേതൃത്വമാണ് നമ്മുടെ നേതൃത്വം എന്ന് മനസ്സിലാക്കണം. അപ്പൊ വളരെ ഗൗരവമായി ചർച്ച നടക്കുന്നു. പരിശുദ്ധ ഖുർആന്റെ ആ ബഹുമാനത്തോടും ആദരവിനോടുമുള്ള കോട്ടമാകുമോ എന്ന് ഭയപ്പെട്ട രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ആശയം ജനങ്ങൾക്ക് എത്തിക്കുക എന്നത് അതീവ ഗൗരവമായ മറ്റൊരു കാര്യമാണ്. ഈ ചർച്ച നടന്നു, ഗൗരവമായ ചർച്ചയാണ്. ചർച്ച നടന്ന് ഗംഭീരമായ ചർച്ചകൾ നടന്നു. രണ്ട് വിഭാഗവും പലവിധ വാദഗതികളും കൊണ്ടുവന്നു. മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകളാണ് വളരെ വിനയത്തോടെ എല്ലാ ചർച്ചകളും കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് കണ്ണിത്ത് ഉസ്താദിനോട് ചോദിച്ചത്, ഉസ്താദേ എനിക്കൊരു സംശയമുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അനുവാദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സൈനുദ്ദീൻ മുസ്ലിയാർ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാ മഹാനവറുകൾ പറഞ്ഞത്, ഉസ്താദ് അവറുകൾ പറഞ്ഞത്, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളൊരു ജുമാ ഉദ്ഘാടനത്തിന് പോയി. നമ്മൾ ഈ അടുത്തൊരു ജുമാ ഉദ്ഘാടനത്തിന് പോയില്ലേ? അതേ പോയി. അന്ന് ഉസ്താദ് ജുമാക്ക് ശേഷം ഒരു പ്രസംഗം നടത്തിയില്ലേ? ഇന്നമായ അതേ ഞാൻ പ്രസംഗിച്ചിരുന്നു, ഞാൻ ആയത്തോതിയിരുന്നു. അതിന്റെ അർത്ഥം ഉസ്താദ് പറഞ്ഞില്ലേ? അതേ ഞാൻ പറഞ്ഞിരുന്നു. ഒരാൾ പേനയെടുത്ത് ഉസ്താദ് പറഞ്ഞ ആ അർത്ഥം ഒരു കടലാസിൽ എഴുതി വെച്ചാൽ തെറ്റാകുമോ എന്ന് ചോദിച്ചു. മഹാനായ കണ്ണിത്ത് ഉസ്താദ് ആ സമയത്ത് പറഞ്ഞു, സൈനുദ്ദീൻ മുസ്ലിയാർ, നിങ്ങൾ പറഞ്ഞത് ശരിയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. എന്താണത്? അത് അംറുൻ യുദ്ഖിലുഹു അല്ലാഹു ഫിൽ ഖുലൂബി മിർ റഹ്മതിഹി ഫഫദ്ലി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അനന്തരക്കാരായ പണ്ഡിതന്മാരുടെ ഖൽബിലേക്ക് അല്ലാഹു എറിഞ്ഞു കൊടുക്കുന്ന ഒരു വെളിച്ചമാണ് എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും ഗൗരവമായ ചർച്ചകളും രേഖപ്പെടുത്തി മഹാന്മാരായ എത്രയോ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. എത്രയോ വിഷയത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഞാൻ ആ മഹല്ലുകാർ ഇവിടെ ഉണ്ട്, മഹല്ലിന്റെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദീർഘമായി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ആ മഹല്ലുകാർ ഇവിടെയുണ്ട്, പേരെടുത്തു പറയുന്നത്. ആ മഹല്ലിനും മഹല്ലുകാർക്കും ഒരു വാദം നടക്കുമ്പോൾ രണ്ട് വിഭാഗത്തിലും ആളുകൾ ഉണ്ടാകും. അവരെ മോശമാക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല. ആ മഹല്ലിന്റെ ആളുകളെ, ബന്ധപ്പെട്ട ഭാരവാഹികളെ ഞാൻ ഈ സദസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു നാട്ടിൽ പള്ളി പൊളിക്കുന്ന സംബന്ധമായി ഭയങ്കര പ്രശ്നമായി. മഹല്ല് പള്ളിയൊക്കെ പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട്. പൊളിഞ്ഞു വീഴാറായി പള്ളി പൊളിക്കാൻ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനിച്ചു. എല്ലാവരും ഐക്യകണ്ഠേന പാസാക്കി പള്ളി പുനർനിർമ്മാണം നടത്തണമെങ്കിൽ പള്ളി പൊളിഞ്ഞു വീഴും. പിറ്റേ ദിവസം അത് പള്ളിയിൽ വിളംബരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. കമ്മിറ്റി തന്നെ ചുമതലപ്പെടുത്തിയനുസരിച്ച് ബന്ധപ്പെട്ട ആൾ പള്ളിയിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നമ്മുടെ പള്ളി പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ആ വെള്ളിയാഴ്ച പള്ളി ജുമാ പിരിഞ്ഞു പോയത്. എന്താ, എപ്പോഴെങ്കിലും കമ്മിറ്റിക്കാർക്ക് ഇത് തോന്നിയല്ലോ, എന്നോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു. പിന്നെ വീണ്ടും കമ്മിറ്റി ചേർന്നു, പള്ളി എങ്ങനെ നിർമ്മിക്കണം. അപ്പൊ അവർ തീരുമാനിച്ചു, പുറത്തുള്ള പൈസ ഒന്നും വേണ്ട, നമ്മുടെ നാട്ടുകാരെ പണം കൊണ്ട് തന്നെ പള്ളി ഉണ്ടാക്കിയാൽ മതി. ആ തീരുമാനം വന്നപ്പോൾ ആ തീരുമാനം മഹല്ലിനെ അറിയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി ഇവർ എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചോടുകൂടി ആ വെള്ളിയാഴ്ച കുഴപ്പമായി. എന്താ പറഞ്ഞു? ചില ആളുകൾ പറഞ്ഞു, പള്ളി പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഇതൊരു തങ്ങൾ ഉണ്ടാക്കിയ പള്ളിയാണ്, ഒരു മഹാനായ ഒരുപാട് കറാമത്തുകൾ കാണിച്ച തങ്ങൾ ഉണ്ടാക്കി പള്ളി പൊളിച്ചാൽ ഞങ്ങൾ യുദ്ധം ചെയ്തു മരിക്കുമെന്നൊരു വിഭാഗം. വേറെ വിഭാഗം പറഞ്ഞു, പള്ളി പൊളിക്കണതിന് കുഴപ്പമില്ല, വിപുലീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങളുടെ വാപ്പോപ്പുമാരുടെ ഖബറുകൾ പള്ളിക്കകത്തായി പോകും. മൂന്നാമത്തെ വിഭാഗം പറഞ്ഞു, പള്ളി പൊളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് മയ്യത്ത് ഇവിടെ നിൽക്കേണ്ടി വരും, എന്താ അതിന് പരിഹാരം? അപ്പൊ പൊളിക്കണ്ടെന്ന് പറഞ്ഞു, വീഴാനടുത്തൊക്കെ ഓരോ കുത്തു കൊടുത്താൽ മതി. ഭയങ്കര പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. മഹാനായ ഉസ്താദ് അവറുകൾ ആ നാട്ടിൽ കൊണ്ടുവന്നു. ഉസ്താദ് എഴുന്നേറ്റുന്നു, ഒരു ചെറിയ പുഞ്ചിരിയോടെയാണ് പ്രഭാഷണം തുടങ്ങിയത്. പറഞ്ഞു, പള്ളി പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ, പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇവിടെ നിങ്ങൾ 3 വിഭാഗമാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഒരു വിഭാഗം ഈ പള്ളി പൊളിക്കാനേ പാടില്ല, തങ്ങളുണ്ടാക്കിയ പള്ളിയാണെന്നാണ് ഒരു വിഭാഗം പറയണത്. വേറെ വിഭാഗം പറയണ പൊളിക്കണേന് വിരോധമില്ല, പള്ളി വിപുലീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങളുടെ വാപ്പമാരുടെ ഖബറൊക്കെ പള്ളിനുള്ളിലാവും. വേറെ വിഭാഗം പൊളിച്ച് നന്നാക്കണം. ഉസ്താദ് പറഞ്ഞു, ആദ്യം വിഭാഗം പറഞ്ഞത് പള്ളി പൊളിക്കാം. ഞാൻ പറയുന്നത് ഈ ഹിക്മത്ത് എന്താണ് എന്നാണ്. അള്ളാഹു ഖൽബിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതാ. ലോകത്തെ മുഴുവൻ കിതാബും ചിലപ്പോൾ ഓതിയാൽ ഈ ഹിക്മത്ത് ലഭിച്ചു കൊള്ളണമെന്നില്ല, അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. മഹാൻ ഉസ്താദ് അവറുകൾ അവരോട് പറഞ്ഞു, ഒന്നാം വിഭാഗം ആളുകൾ പറയണ പള്ളി പൊളിക്കാനേ പാടില്ല, തങ്ങളുണ്ടാക്കിയ പള്ളിയാണ്. ആ വാദം ശരിയല്ല. തങ്ങളുണ്ടാക്കിയ പള്ളി ആയതുകൊണ്ട് പൊളിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അങ്ങനെങ്കിൽ ഈ തങ്ങന്മാരൊക്കെ വലിയ തങ്ങളുണ്ട്, കങ്ങന്മാരൊക്കെ ഉപ്പാപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി ഉണ്ടാക്കിയ പള്ളി പലപ്പോഴും പുനർനിർമ്മാണം ആവശ്യമായപ്പോൾ പൊളിച്ചിട്ടുണ്ട്. ഓല് പിന്നെ മിണ്ടിയിട്ടില്ല. രണ്ടാം വിഭാഗം ആളുകൾ പറഞ്ഞത് പള്ളി വിപുലീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങളെ വാപ്പാരെ ഖബറൊക്കെ പള്ളിനുള്ളിലാവും. മഹാനവറുകൾ പറഞ്ഞു, ആദ്യം ചോദിച്ചു,
ഈ പള്ളിയുടെ സ്ഥലം നിങ്ങൾ പള്ളിപ്പറമ്പ് എന്നാണോ പറയാറുള്ളത്, അല്ലെങ്കിൽ ഖബർസ്ഥാൻ എന്നാ പറയാറുള്ളത്? ആളുകൾ പറഞ്ഞു പള്ളിപ്പറമ്പാണ്. പള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പള്ളിയുടെ സ്ഥലം എന്നാണ്. അപ്പൊ പള്ളി വിപുലീകരിക്കാൻ ആവശ്യമായാൽ ആ സ്ഥലം വിട്ടുകൊടുക്കണം. എന്നിട്ട് പിന്നെ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും രാത്രി 1 മണിക്കോ 2 മണിക്കോ ഖബർസ്ഥാനിൽ വന്നിടന്ന് വെച്ചു, നിങ്ങളെ വാപ്പാരെ കബറിന്റെ മേലെ നായ പട്ടി കുറുക്കന് ഇങ്ങനെ കൊലക്ക് ഇരിക്കുന്നുണ്ടാവും. നാടൻ ഭാഷയിലാണോ പറയാ? എന്നിട്ട് പറഞ്ഞു മലം വിസർജിക്കാന്നാവൂല ഉസ്താദ് പറഞ്ഞതിന് മനസ്സിലാവില്ല. നാടൻ ഭാഷ എല്ലാവർക്കും തിരിയണ ഭാഷ അല്ല, തിരിയാത്ത ആരും ഉണ്ടാവില്ല. നായ മൂത്രമൊഴിക്കുകയും മലം വിസർജിക്കുകയൊക്കെ ചെയ്യുന്നു, കുറുക്കൻ കൂക്കുന്നു നിങ്ങളുടെ വാപ്പാന്റെ കബറിന്റെ മുകളിൽ നിന്നിട്ട്. ഇത് പള്ളിന്റെ ഉള്ളിലായി പോവാന്നല്ലേ നിങ്ങൾ പരാതി പറഞ്ഞേ? പള്ളിന്റെ ഉള്ളിലായാൽ ദുആ, പള്ളിയിൽ എന്താ നടക്കുക? ഖുർആനോത്ത്, ദുആ, ഇതൊക്കെ നിങ്ങളെ വാപ്പാന്റെ കബറിന്റെ മേലിൽ നിന്ന് നടക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ എല്ലാവരുടെ വാപ്പാന്റെ കബറും പള്ളിയിലുള്ളിലാണ്. ഞാൻ പറഞ്ഞത് 15 മിനിറ്റ് കൊണ്ട് എത്ര രമ്യമായാണ് മാസങ്ങളോളം വളരെ വലിയ ഗൗരവമായ തർക്കം നടന്നൊരു വിഷയം മഹാനവറുകൾ പരിഹരിച്ചത്. പറഞ്ഞു അള്ളാഹുവിന്റെ ഭാഗത്ത് നീ വിളിച്ച ഏതെങ്കിലും ഖൽബിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. സുദീർഘമായി ഈ വിഷയം സംസാരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഒരുങ്ങാണ്. പത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടൊരു വിഷയമല്ലേ, എല്ലാവരും പങ്കെടുത്ത മന്ത്രിമാരടക്കം അഭ്യർത്ഥിതരായ ആളുകളടക്കം പങ്കെടുത്ത സദസ്സാണ്. ആ സദസ്സിലാണ് പല ആളുകളും ഈ നിക്കാഹിന്റെ വിവാഹത്തെ കുറിച്ചുള്ള ചർച്ച നടത്തുന്ന സമയത്താണ് ചില ആളുകൾ പ്രസംഗിച്ചത്, നിക്കാഹിന് കാതിന്റെ പോലും ആവശ്യമില്ല, കാതിന്റെ പോലും ആവശ്യമില്ല. ഈ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരനും കുട്ടിയെ വിവാഹം കഴിക്കപ്പെടുന്ന വലിയും 2 സാക്ഷി ഉണ്ടായ നിക്കാഹ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് സദാ അടങ്ങിയിരിക്കുന്നുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു നല്ല പണ്ഡിതന്റെ സ്വഭാവം എന്താ? ആഞ്ഞെടുത്ത് അടിച്ചു സംസാരിക്കുക എന്നതല്ല. മൗനമായിരുന്നു. ഉസ്താദൊക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു. ഉസ്താദിന്റെ ഊഴമെത്തിയപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ നിക്കാഹ് നടക്കുന്ന സമയത്ത് കാതിന്റെ പോലും ആവശ്യമില്ല, 2 സാക്ഷിയും വലിയും അതേപോലെ സൗജ് ഭർത്താവും മതി എന്ന് പറഞ്ഞല്ലോ. മന്ത്രിമാരൊക്കെ ഉണ്ടായില്ലേ, MLA-മാരുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് മലയാളം അറിയില്ലേന്ന്? ആണ്. നിങ്ങൾ എന്തിനാ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയുമെങ്കിൽ ഒരു 4 വരിയുള്ള ഈ എഴുതി വെച്ച പേപ്പർ എടുത്ത് നിങ്ങൾക്ക് വായിക്കുന്നതിന് വേറൊരാൾ വായിച്ചു തന്നെ എന്തിനാന്ന് വെച്ചു. അത് ലോകത്ത് ഏത് കിതാബ് തിരഞ്ഞാലും കാണാത്ത ഒരു ഇതിന് പ്രതിവിധിയായി ഇതിലപ്പുറം പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന മറ്റൊന്നില്ല. അവിടെ കിതാബ് പരത്തിയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ആ ഹിക്മത്തിന്റെ വെളിച്ചം അല്ലാഹു കൊടുത്ത ഖൽബായിരുന്നു മഹാനവർക്ക്. ഒരുപാട് പ്രശ്നങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. എന്റെ സമയം അവസാനിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഒരുപാട് സംഭവമുണ്ട്. ഒരിക്കലും മുസ്ലിയാർ പറഞ്ഞു, നാളെ നിക്കാഹ് നടക്കാൻ പോവാ. ഇയാൾ പറഞ്ഞു അതായത് ഈ കുട്ടിയുടെ വാപ്പ പടല്ലേ ഗൾഫില, അയാൾ വേറെ ഒരാൾക്ക് വക്കാലത്ത് കൊടുക്കുകയാണ്. പള്ളിയിലെ മുസ്ലിയാർ പറഞ്ഞു, വക്കാലത്ത് അയാളെ എഴുത്ത് കൊടുത്തയച്ചാലല്ലാതെ ഞാൻ സമ്മതിക്കൂലെന്ന്. വക്കീലിനെ നിക്കാഹ് ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല. പ്രശ്നമില്ലേ? നാളേക്ക് എവിടുന്ന് എഴുത്ത് കിട്ടാൻ? നാളേക്ക് അയാൾ കത്ത് കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. ഇയാളെയുമായി ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാൾ ഉസ്താദിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉസ്താദിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെ ഒരു പ്രശ്നമുണ്ട്? ഇയാൾ പറയുന്നത് വക്കാലത്തിന് എഴുത്ത് കിട്ടാതെ ഇയാളെ സമ്മതിക്കൂല എന്നാണ്. ഉടനെ ഉസ്താദ് ചോദിച്ചു, ഗൾഫിൽ നിന്ന് ഒരാൾ ഫോം വിളിച്ചിട്ട് നിങ്ങളോട് ഒരാൾ മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. ഈ എല്ലാവരും ഉണ്ടില്ല. അല്ല നിങ്ങൾ പറയും, നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഉണ്ടെന്നില്ല. മൂപ്പർക്ക് ഉത്തരം കിട്ടി, ഓല് പിരിഞ്ഞുപോയി. ഞാൻ പറയുന്നത് ഇത് അള്ളാഹു നൽകുന്നൊരു പ്രത്യേക വെളിച്ചമാണ്. ആ വെളിച്ചം അള്ളാഹു കൊടുത്ത ഖൽബായിരുന്നു അത്. നമുക്കവരെ സ്നേഹിക്കാനും കഴിഞ്ഞു എന്നത് അള്ളാഹു തന്ന വലിയ സൗഭാഗ്യമാണ്. അവരുടെ അടുത്ത് നിന്നൊരു കാര്യമെങ്കിലും പഠിക്കാനുള്ള തൗഫീഖ് ഉണ്ടായി എന്നത് അള്ളാഹു നൽകിയ സൗഭാഗ്യമാണ് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, അവസാനിപ്പിക്കാം. മഹാനായ ഉസ്താദ് അവർകൾ ജീവിതത്തിന്റെ അവസാനം എന്നോണം മഹാനായ ഫരീദ് ഉസ്താദ് അവർകളുടെ ആണ്ട് നടക്കുന്ന സമയമാണ്. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, എന്നെ വിളിച്ചൊരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അർജന്റായിരുന്നു കാണണം എന്ന് പറഞ്ഞു. ഞാൻ ആ സമയം കണ്ണൂരിൽ നിന്ന് വന്ന് ഉസ്താദ് ആണ്ടിന് പോയതാണ് എന്ന് ഡ്രൈവർ വിളിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. ഫരീദ് ഉസ്താദ് അവർകളുടെ ആണ്ടിൽ പങ്കെടുക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ വീട്ടിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞു. അതൊക്കെ ഗൗരവത്തിലാ പറഞ്ഞത്. അപ്പൊ എനിക്ക് വലിയ ബേജാറായി. ഞാൻ പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ എത്ര ഇങ്ങോട്ട് വന്നിട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാധേ ഓരോ തിരക്കിലായതുകൊണ്ടാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചത് എനിക്ക് ഹജ്ജിന് പോകണമെന്നുണ്ട്. ഞാൻ കുറെ ആലോചിച്ചു, അപ്പൊ എന്റെ കൂടെ പോരാന്ന് എനിക്ക് തോന്നണമെന്ന് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ എന്റെ മനസ്സിൽ വല്ലാതെ ബേജാറുണ്ടായി. അല്ല എന്നെങ്ങനെ പറയും, ആ എന്നെങ്ങനെ പറയും,
ഞാനൊരു സെക്കൻഡ് നിശ്ചലനായി. കൂടെ വന്നാൽ ഉസ്താദ് അവർകളെ മുഴുസമയവും സേവിക്കാനുള്ള അവസരമാണ്, നോക്കുകയും ചെയ്യണം, ബാധ്യതയാണ്. സാധാരണ അൽ ഹിന്ദ് ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസിൽ 1500-2000 ആളുകൾ ഹജ്ജിനുണ്ടാവാറുണ്ട്. ഇവരുടെ ക്ലാസും ചുറ്റുപാടും ഒക്കെ നടക്കുമ്പോൾ എനിക്ക് ബേജാറായി, പഠിച്ചോനെ എങ്ങനെ ഉസ്താദ് അവർകളെ ശ്രദ്ധിക്കും എന്ന് ആദ്യം എന്റെ മനസ്സിലേക്ക് ഒരു വല്ലാത്ത ബേജാറ് കടന്നു വന്നു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ ഉസ്താദ് അങ്ങനെ ഒരു ആഗ്രഹം പഠിപ്പിച്ച സൗഭാഗ്യമായിരിക്കും, അപ്പൊ അതുകൊണ്ട് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഉസ്താദെ, നമുക്കതിന് വേണ്ടത് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചത്, എന്റെ പിതാവിനെ പഠിക്കണം. 8ാം ക്ലാസ് എന്നാണ് ഞാൻ എടുത്തത്. അന്നൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അങ്ങനെ ഒരു മോഹം. ആ പാസ്പോർട്ട് എപ്പോഴും കാണുമ്പോൾ ഞാൻ കരയാറുണ്ട്. കാരണം ഞാൻ പഠിച്ചു കഴിയുമ്പോഴേക്ക് എന്റെ വാപ്പ രോഗിയായി കിടന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്റെ വാപ്പയുടെ കൈപിടിച്ച് തവാഫ് ചെയ്യിപ്പിക്കണം എന്ന മോഹം അള്ളാഹു എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടില്ല. അതിനുള്ള അവസരമാകും എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഒരു അങ്കലാപ്പിലാണ് ഈ തീരുമാനമെടുത്തത്. മഹാനായ ഉസ്താദ് അവർകൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു പോയി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. വിശദമായി പറയാനുള്ള സമയമില്ല. ഞാൻ അവസാന കാലം ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. എല്ലാ കൊല്ലവും 1000-1500 ആൾക്കാരും അൽ ഹിന്ദിനുണ്ടാകാറുള്ള ആ കൊല്ലം കേവലം 58 ആളുകൾ മാത്രം. ഒന്നാമത്തെ കറാമത്ത് ഞാൻ കണ്ടത് എന്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചപ്പോഴാണ്. 1500 ആളും 2000 ആളുകളും വരാറുള്ള ഈ വഴി, ഈ ട്രാവൽസിൽ ആ കൊല്ലം കേവലം 58 ആളുകൾ മാത്രം. ഞാൻ ആ സമയത്ത് വിചാരിച്ചു, പഠിച്ചോനെ റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തി. മുഴുസമയവും നോക്കാനുള്ള അവസരം കിട്ടി എന്നല്ല, മക്കത്തെത്തി. സാധാരണ പല ആളുകൾക്കും ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് പല സ്വഭാവവും കാണാം. അവിടെ എത്തിയാൽ പലരും പറയും എനിക്കും ഭാര്യയ്ക്ക് റൂം വേണമെന്നൊക്കെ പറയും. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദിന്റെ ആഗ്രഹം എന്താണെന്നറിയാണല്ലോ. ഞാൻ ചോദിച്ചു, ഉസ്താദിനും വൈഫിനും റൂം വേണമെന്ന് വെച്ചാൽ. അപ്പൊ എന്നോട് പറഞ്ഞു എല്ലാവരും എങ്ങനെ കിടക്കണമെന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞു ആണ് വേറെയും പെണ്ണ് വേറെയും. അപ്പൊ എന്നോട് എനിക്കും അങ്ങനെ മതി, എനിക്കും അങ്ങനെ മതി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ ഒരാളാണ് ഞാൻ എന്ന ആ സ്വയം മനസ്സിന്റെ ആത്മാർത്ഥമായുള്ള ബോധത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ആരായി പറയണത്? ഏറ്റവും സമുന്നതമായ സ്ഥാനത്തുള്ള ഒരു മഹാൻ. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഹജ്ജിന്റെ സമയത്ത് ചില സമയം നടക്കാൻ കഴിയാതെ വരുമ്പോ എന്നോട് പറയും തവാഫ് ചെയ്യാനൊക്കെ പൂതി ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വീൽ ചെയറിൽ ഉസ്താദേ ഞാൻ ഉന്തിക്കോളാം. 1-2 തവണ ഒക്കെ വീൽ ചെയറിൽ ഇരുന്നപ്പോ പിന്നെ എന്നോട് പറഞ്ഞു ഇനി വേണ്ടെന്ന് പറഞ്ഞു. ഇനി അത് വേണ്ട. അപ്പൊ എന്താ ഉസ്താദിന് ഒരു മടി, എന്നോട് ഉന്തിക്കാൻ ഒരു മടി, ശിഷ്യനായ എന്നോട് ഉന്തിക്കാൻ ഒരു മടി. ഞാൻ ചോദിച്ചാൽ എന്താ അപ്പൊ എന്നോട് ഇഞ്ചു വരെ കഷ്ടപ്പെടണ്ടെന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു കഷ്ടപ്പാടില്ല, എനിക്കും ഇത് ഉന്തുമ്പോ എനിക്കും ആരോഗ്യം കിട്ടില്ല എന്ന് വെച്ചാൽ. അപ്പൊ ചിരിച്ചു. എന്നോട് പറഞ്ഞു വേണ്ട. കാരണം മറ്റൊരാൾ വിഷമിക്കുന്നത് തീരെ ഇഷ്ടമായിരുന്നില്ല എന്നാണ് ഈ യാത്രയിലേക്ക് മനസ്സിലായ മറ്റൊരനുഭവം. അതിൽ വേറൊരു സംഭവമുണ്ട്. മക്ക ഇസ്ലാമിക് സെന്ററിന്റെ ആളുകൾ ചിലപ്പോൾ അവരിവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്നൊരു ബോധ്യം ഉണ്ടാവും. അവർ ഒരു പരിപാടിക്ക് വിളിച്ചു ഉസ്താദിനെ. അവരെ വന്നിട്ട് എന്നോട് പറഞ്ഞത് 10 മണിക്ക് പരിപാടി തുടങ്ങുമ്പോൾ ഉസ്താദിനെ കൊണ്ടുവരണമെന്നാണ്. ഗൾഫിൽ 10 മണിക്ക് പരിപാടി തുടങ്ങാന്നുള്ള വലിയ അത്ഭുതമാണ്. പ്രത്യേകിച്ച് മക്കത്ത് തുടങ്ങാന്നുള്ള വലിയ അത്ഭുതം. തുടങ്ങാൻ കഴിയില്ല. അവര് പറഞ്ഞു, അവരോട് ചോദിച്ചു അധികം വൈകും ഉസ്താദിന് ഉറക്കം നഷ്ടപ്പെടും. അപ്പോൾ അവര് പറഞ്ഞു ആയിക്കോട്ടെ 10 മണിക്ക് തന്നെ തുടങ്ങുന്നു. 10 മണിയിട്ട് ഒരു വിവരമില്ല. 9:00-ക്ക് വരില്ല, 10 മണിക്ക് വരില്ല, 11 മണിക്കും വരില്ല. 12 മണിയാകുമ്പോൾ വിളിക്കണം റെഡി ആയിട്ടുണ്ട്. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു ഉസ്താദ് ഉറങ്ങണം. ഈ സമയത്ത് ഉസ്താദിനെ നമ്മൾ പരിപാടിക്ക് പങ്കെടുപ്പിക്കുക എന്നുള്ളതായിരിക്കും ഉസ്താദിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് ഉണർന്നു. ഉണർന്നിട്ട് ചോദിച്ചു എന്താന്ന് വെച്ചു. പരിപാടിന്റെ ആളുകൾ വിളിക്കുക എന്ന്. ഞാൻ അവരോട് പറഞ്ഞു ഉസ്താദ് ഇപ്പൊ പിന്നെ ഉസ്താദിന് വരാൻ ബുദ്ധിമുട്ടാണ് ഉറങ്ങാൻ. എന്നോട് പറഞ്ഞു സാരില്ല, ഓലിപ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് എത്രയേ ബുദ്ധിമുട്ടായിട്ട് ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഞമ്മക്കൊരു മണിക്കൂർ ഉറക്കിന് ചെറിയ ഭംഗല്ലേ വരുള്ളൂ, കൊണ്ട് പോയി പോരാ, ഓലോട് വണ്ടി കൊണ്ടുവരാൻ പറയും. ഞാൻ പറയുന്നത് അത്ര വലിയ താഴ്മയും വിനയവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന മഹാന്മാരിലുള്ള മറ്റൊരു ലക്ഷണമാണത്. ഒരുപാട് അടയാളങ്ങൾ ഹദീസിന്റെ അർത്ഥത്തിൽ അർഹമു ബി ഉമ്മത്തിഹി ബി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിന്റെ റസൂലുള്ളാഹിന്റെ യത്തന്മാർ സ്വപ്നം പഠിച്ചത് അർഹമു ബി മുഹമ്മദിൻ. بين العلماء من നിങ്ങൾ ആലോചിച്ച് നോക്കും, മരണത്തെ പോലും ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചോ? ഒരാളെയും ബുദ്ധിമുട്ടിച്ചില്ല. എന്താ? ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടരുത് എന്ന ഉറച്ച തീരുമാനം മനസ്സിലുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു എനിക്ക് യാത്രയിൽ പല സമയത്തും.
വഫാത്തിന്റെ രംഗം പോലും നമ്മളൊക്കെ പേടിച്ചത് പഠിച്ചോനെ സമസ്തയുടെ സമ്മേളന സമയത്തായി പോകുമോ, മാനുസ്താദിന്റെ അതേപോലെയാകോ സമ്മേളനം എന്താകുമെന്നൊക്കെ നേരത്തെ നേതാക്കൾക്കുണ്ടായതുപോലെയുള്ള പരിഭവം മുഴുവൻ അനുയായികൾക്കും ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചു, ഒരാളും ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. ഇവിടെ നിന്ന് രോഗിയായി പോകുന്ന സമയത്ത് പോയിട്ട് ഹോസ്പിറ്റൽ പോയി കടന്നു എന്നല്ലാതെ വീട്ടിൽ കടന്നിട്ട് എന്റെ മക്കൾക്കോ ഭാര്യക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു അസുഖം പോലും മഹാനവറുകൾക്ക് വന്നില്ല. ജീവിതത്തിന്റെ നിലപാടതായിരുന്നു. മഹാനായ ഉസ്താദ് അവർകൾ ഹജ്ജിന്റെ സമയത്ത് ഒരുപാട് അനുഭവം. ഒരു അനുഭവം, കൂട്ടത്തിലുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ മകൾക്ക് അവരുടെ ഈ വാപ്പയും ഉമ്മയും നോക്കാൻ വേണ്ടിയിട്ട് മോള് സൗദിയിൽ നിന്ന് വന്നിട്ട് ആ മോൾക്ക് കല്യാണം കഴിഞ്ഞു കുറെ കൊല്ലങ്ങളായി കുട്ടികളില്ല. ഉസ്താദിനോട് വന്ന് പറഞ്ഞു, ഉസ്താദ് ഒരു സംസം കൊണ്ടുവരാൻ പറഞ്ഞു. സംസം കൊണ്ടുവന്ന് മന്ത്രിച്ചു കൊടുത്തു. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഞങ്ങൾ ഈ ഹജ്ജ് കഴിഞ്ഞിട്ട് വാപ്പ ഒക്കെ ഉമ്മി നാട്ടിലെത്തിയിട്ട് ഞങ്ങൾക്കും നാട്ടിൽ വരണമെന്ന് പൂതിയുണ്ട്, ചികിത്സിച്ചാളോ? ചികിത്സിച്ചോളൂ. ഹൈദറോസ് ഉസ്താദിന്റെ ഒരു ചികിത്സയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ദാൽഹുദ കുട്ടികൾക്കറിയാം, ഗർഭിണി മക്കളില്ലാത്തവർ എന്ന് പറയുമ്പോൾ ഹൈദർ ഉസ്താദ് പറഞ്ഞു കൊടുക്കാറുണ്ട്, ദാൽഹുദയിലേക്ക് ഒരു ചാക്ക് പഞ്ചസാര നേർച്ചയാണ് എന്നൊക്കെയാണ് പറഞ്ഞോളൂ. ഹജ്ജിന് കഴിയും കുടുംബത്തിന് കിട്ടുന്ന സന്തോഷ വാർത്ത, ആ കുട്ടി ഗർഭിണിയായി എന്ന് മാത്രമല്ല 2 ആൺകുട്ടികളെയാണ് അതിലൂടെ അള്ളാഹു കുടുംബത്തിന് നൽകിയത്. ഞാൻ പറയുന്നത് മാത്രമല്ല, അതിനുശേഷം ഉസ്താദ് അവരുടെ മക്കയിൽ നിന്ന് പെട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായി, ഉസ്താദ് അവരെ ബൈത്തുൽ മുഖദ്ദസ് 3ാമത്തെ ഹറമിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. അതുവരെ മനസ്സിൽ വന്നില്ല. പെട്ടെന്ന് ഹജ്ജിനോടടുത്ത സമയത്ത് മനസ്സിൽ വന്നൊരു ആഗ്രഹമാണ്. ആ സമയത്തൊരു ഭയമുണ്ട്. കാരണം ഉസ്താദ് അവരുടെ ആരോഗ്യവും വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് എന്ന് നമുക്കറിയാമല്ലോ. ഉസ്താദ് അവരോട് ആ കാര്യം പറഞ്ഞപ്പോൾ മുഖത്ത് വല്ലാത്തൊരു സംതൃപ്തി പോലെ, വല്ലാത്തൊരു സന്തോഷം പോലെ ഉസ്താദ് അവർക്ക്. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇടക്കെന്നെ കാണുമ്പോൾ ചോദിക്കും, എന്തായാലും പോക്ക് നോക്കും. അപ്പൊ ഞാൻ പറയും, ഉസ്താദെ നമുക്ക് പറ്റാവുന്ന ആളുകളെ കുറച്ച് നമ്മുടെ സ്നേഹിതന്മാരെ നോക്കിയിട്ട് കണ്ടെത്തണേ, ഉസ്താദ് യാത്രക്കുള്ളതല്ലേ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. ആ ഇടയാണ് പോകാനുള്ള എല്ലാ തീരുമാനം എടുത്ത് നമുക്ക് പറ്റാവുന്ന കുറെ ആളുകളൊക്കെ സംഘടിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ഉസ്താദ് അവരുടെ ഹാർട്ട് സംബന്ധമായ രോഗമുണ്ടാകുന്നത്. ഉസ്താദ് അവർ ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷമാണ് ആ ഓപ്പറേഷനൊക്കെ കഴിയുന്നത്. അപ്പോ അത് ആ നിശ്ചയിച്ച സമയത്തായിരുന്നു. അപ്പൊ ആ ആളുകളെയും കൊണ്ട് പോകൽ നിർബന്ധമായതുകൊണ്ട് ആ സമയത്ത് ആ യാത്ര നടത്തി. പിന്നെ ഒരിക്കൽ കണ്ടപ്പോ എന്നോട് ചോദിച്ചു, എന്തായിരുന്നു ചോദിച്ചു. അപ്പൊ ഉസ്താദിന് ഈ ആരോഗ്യപരമായ പ്രശ്നം. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ, ഞാൻ പോകുന്നുണ്ട് അടുത്ത ആഴ്ചയാണ്. ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, യാത്ര ചെയ്യാൻ പറ്റും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നാണ്. പിന്നെ എന്നെ കണ്ടപ്പോ അപ്പൊ ഞാൻ ആ തീരുമാനിച്ച ഒരു 8 മാസങ്ങൾ കഴിഞ്ഞ റജബ് മാസത്തിലാണ്, കഴിഞ്ഞ റജബ് 27-ന് ഞങ്ങൾ ഫലസ്തീനിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ റജബ് 27 മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രിയിൽ മിഅ്റാജിന് അല്ലാഹു കൊണ്ടുപോകുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി. ഞാൻ ആലോചിക്കുകയാണ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ വഫാത്തിന് വേണ്ടി ഒരുക്കി കൊടുത്ത ചില സാഹചര്യങ്ങളാണ്. ഹജ്ജ് കഴിഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞു, ഇനി മക്കത്തെന്ന് പറഞ്ഞു, ഞാൻ ഓർക്കുന്നു, ഇനിയൊരു ഹജ്ജിന് ഇങ്ങോട്ട് വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയൊരു ഹജ്ജിന് ഇങ്ങോട്ട് വരാൻ കഴിയും എന്ന് തോന്നുന്നില്ല എന്നൊരിക്കൽ ഓർമ്മിച്ചതും ഞാൻ ഓർക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കഴിഞ്ഞു. ഹജ്ജ് കഴിഞ്ഞിട്ട് സഫർ മാസത്തിലാണ്. ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറം കഴിഞ്ഞു, സഫറിലാണ്. സഫർ 11-നാണ് എന്നാണ് അഭിപ്രായം. പുണ്യനബി ഉഹദ് ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ പോയിനാണ്. വഫാത്തിന് മുമ്പ് മഹാന്മാരുടെ ഒക്കെ ജീവിതത്തിൽ കാണാം, അവർ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ സാന്നിധ്യവും സാമീപ്യവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു. ശംസുൽ-ഉലമാ നബ്ബറല്ലാഹു മർഖദ രോഗിയായി കിടന്നത് ഫാത്തിമ ഹോസ്പിറ്റലിലാണ്. അവിചാരിതമാണോ എന്നറിയില്ല. ഫാത്തിമ ഹോസ്പിറ്റലിലെ MD അബ്ദുള്ള സാഹിബ് ഇവിടെയുണ്ട്. മഹാനവർകൾ വഫാത്താകുന്നത് അവിടെ വെച്ചാണ്. വഫാത്താകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മഹാനവർകൾ രാത്രി ഡോക്ടർമാരുടെ ശക്തമായ നിരീക്ഷണത്തിനെതിലാണ്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ശിഷ്യന്മാരെ കൂട്ടിയിട്ട് അവിടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് മഹാനവർഗരുടെ ഷെയ്ഖിനെ പോയി സിയാറത്ത് ചെയ്തു. അർദ്ധരാത്രി സിയാറത്ത് ചെയ്തു വന്നു. മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവർകൾ ഈ സിയാറത്തിന് കഴിഞ്ഞ റജബ് മാസത്തിലാണ് പുറപ്പെടുന്നത്. ജോർദാനിലെത്തി ശുഐബ് നബി അലൈഹിസ്സലാം തുടങ്ങി ഉള്ള പ്രവാചകന്മാരുടെ സ്വഹാബാക്കളുടെ ഖബറുകളൊക്കെ സിയാറത്ത് ചെയ്യുമ്പോൾ നിറഞ്ഞ സംതൃപ്തി മുഖത്ത് കാണുമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മഖബറയിലെത്തിയിട്ട് ദീർഘമായി ദുആ ചെയ്ത് കുറെ സമയം മൗനമായി അതിന്റെ കമ്പി ഇങ്ങനെ പിടിച്ചിട്ട് നിന്നു മഹാനായ ഉസ്താദ് അവർകൾ. കുറെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ചു പോന്നു. ഇവിടെയാണെങ്കിൽ ചുറ്റുഭാഗത്തും ഇസ്രായേലിന്റെ പട്ടാളമുള്ളതാണ്. ഉസ്താദിനോട് കൂടുതൽ സമയം ഇവിടെ നിന്നാൽ ചിലപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഭയമുള്ളത് കൊണ്ട് പറയാനും നിർവാഹമില്ല. ഉസ്താദ് അങ്ങനെ കുറെ സമയം ഇവിടെ ഇങ്ങനെ പിടിച്ചുന്നുണ്ട്. ഉസ്താദിന്റെ ഒരു പ്രത്യേക ആലോചന പിന്നെ ഉസ്താദുമായി എടുത്ത് ബന്ധപ്പെട്ട ആളുകൾക്കറിയാം. അങ്ങനെ നിന്നിട്ട് പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകും. ബൈത്തുൽ മുഖദ്ദസിൽ അന്ന് ഞാൻ ചോദിച്ചു, ഉസ്താദ് ഒരു വീൽ ചെയർ സംഘടിപ്പിക്കണോ, കുറെ നടക്കണം ബൈത്തുൽ മുഖദ്ദസും ചുറ്റുഭാഗം. എന്നോട് പറഞ്ഞു വേണ്ട. മസ്ജിദുൽ ബുറാഖ് എന്ന് പറയുന്ന പള്ളിയിലേക്ക് ഇറങ്ങാൻ കുറെ സ്റ്റെപ്പ് ഇറങ്ങണം. 10-30-ലധികം സ്റ്റെപ്പുകൾ ഇറങ്ങണം തായോട്ട്.
ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഇവിടെ നിന്നോളി, താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും? എന്നോട് ഞാൻ എല്ലാം ഇറങ്ങണം. താഴേക്ക് ഇറങ്ങി അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചു, അതേപോലെ തിരിച്ചു കയറി. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇപ്പം നല്ല ആരോഗ്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആന്നു, ഇത്ര മാത്രമേ പറഞ്ഞു. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. മഹാനായ ഉസ്താദ് അവറുകൾക്ക് ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 ഞാൻ കണ്ടു. ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലായിരുന്നു ഉസ്താദ് അവറുകൾക്ക് അന്ന് പരിപാടി. പാലോട്ടുപള്ളി മഖാം ഉറൂസിന്റെ സമാപന സമ്മേളനം ഉസ്താദ് അവറുകളായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടത്. അന്ന് തന്നെ ഒരു മദ്രസയുടെ ഉദ്ഘാടനം ഉണ്ട്. ആ മദ്രസ ഉദ്ഘാടന പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തത്. അന്ന് റബീഉൽ അവ്വൽ 12 അന്ന് ഉസ്താദ് പ്രസംഗിച്ചത് എന്താ നിങ്ങൾ? ഖബറിലെ പരീക്ഷയാണ് ഏറ്റവും വലിയ പരീക്ഷ. മഹാനായ ഉസ്താദ് അവറുകൾ വഫാത്തിന് വേണ്ടി നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പലതുകൊണ്ടും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് മുഴുവൻ പറയുന്നത് ഖബറിലെ ചോദ്യം എന്നതാണ്, ഖബറിൽ ഇന്നതൊക്കെ ചോദിക്കുക, ഇന്നതൊക്കെ മറുപടി പറയണ്ടേ, അവിടെ വിജയിക്കുന്ന വിജയമാണ് ശരിക്കുള്ള വിജയം, അതാണ് ശരിക്കുള്ള പരീക്ഷ. SLCയും +2 ഡിഗ്രിയും ഒന്നുമല്ല എന്ന ഏറ്റവും ഗഹനമായ വിഷയം സരളമായ ശൈലിയിൽ തന്റെ സമൂഹത്തോട് ഉണർത്തിയത് മഹാനായ ഉസ്താദ് അവറുകൾ അന്ന് ആ പ്രഭാഷണത്തിന്റെ പ്രധാന വിഷയം അതായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഫാത്തിമ അബ്ദുള്ള സാഹിബ് സംഘടിപ്പിച്ച മൗലൂദ് പരിപാടിയിലാണ്. അത് 1-ാം തീയതിയായിരുന്നു. അന്ന് ഉച്ചക്ക് ഉസ്താദ് അവറുകൾ ജുമഅ നമസ്കരിച്ചത് തന്റെ ജീവിതത്തിലെ അവസാനത്തെ ജുമഅയും ആ പള്ളിയിലാണ്. ആ പള്ളിയിൽ ജുമഅക്ക് മുമ്പ് ഒരു പ്രസംഗമുണ്ട്. അപ്പോ ആളുകൾ പല കോലത്തിലാണല്ലോ. ഉസ്താദ് അവറുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നെയാണ് ഖുത്ബ ഓതാൻ അന്ന് ചുമതലപ്പെടുത്തിയത് ആ മഹല്ലത്തിന്റെ പ്രസിഡന്റ് എന്നല്ലേക്ക് അദ്ദേഹം. അപ്പൊ ഇവിടെ പ്രസംഗമുണ്ട്. അപ്പൊ എന്നോട് അദ്ദേഹം ചോദിച്ചു, എന്ത് ചെയ്യും? ഞാൻ ഉസ്താദിനോട് ചോദിച്ചു. ആ ഉസ്താദിനോട് പറഞ്ഞു, നീ ഇപ്പൊ പ്രസംഗിക്കേണ്ട ഖുത്ബ ഓതിക്കോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് മൗലൂദിൽ പങ്കെടുത്തു. അന്ന് ആ വീട്ടിൽ മൗലൂദിൽ പങ്കെടുത്തു പോയത്. അപ്പൊ കാലിലൊക്കെ നല്ല നീരുണ്ട്. ഉസ്താദ് അവറുകൾ എപ്പോഴും ഉന്മേഷവാനായിട്ടായിരുന്നു കാണപ്പെട്ടിരുന്നത്. മഹാനായ ഉസ്താദ് അവറുകൾ പിന്നീട് 3-ാം തീയതി, അതായത് ഞായറാഴ്ച ഇവിടെ വന്നിട്ട് ഹദീസ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞായറാഴ്ച ഒരു മനുഷ്യന്റെ അന്ത്യം, തമൂതൂന കമാ തഈശൂൻ വതുബഅതൂന കമാ തമൂതൂൻ തമൂതൂന കമാ തഈശൂൻ, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയാകും നിങ്ങൾ മരിക്കുന്നത്. വതുബഅതൂന കമാ തമൂതൂൻ, നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തിൽ നമ്മൾ ദുഃഖിക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷിക്കാനുള്ളത് അന്ത്യം വളരെ നന്നായിരുന്നു എന്ന് ബോധ്യപ്പെടുമാറുള്ള ഒട്ടേറെ സംഗതികൾ ഞാൻ ഈ പറഞ്ഞല്ലോ. ഹജ്ജ്, അത് കഴിഞ്ഞ് പുണ്യ നബിയുടെ മദീന സിയാറ, അതോടൊപ്പം തന്നെ മദീന സിയാറവും കഴിഞ്ഞു വന്ന് ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പേ കടന്നുപോയ എല്ലാ പ്രവാചകന്മാരുടെയും ഖബറുകൾ ലോകത്ത് എത്തിപ്പെടാവുന്ന പ്രവാചകന്മാരുടെ ഖബറുകളൊക്കെ സിയാറത്ത് ചെയ്തു. അതും കഴിഞ്ഞ് തിരിച്ചു വന്നു. അന്ത്യസമയമോ ദാൽഹുദായിൽ തന്നെ മനസ്സിലായത് കൊണ്ടാണ് തന്റെ വീട്ടിലുള്ള 500-ലധികം വരുന്ന കിതാബുകൾ തനിക്ക് ആ വിഷയത്തിൽ അനന്തരക്കാരിനി ഇല്ല എന്ന് മനസ്സിലാക്കി 10 കൊല്ലം മുമ്പ് കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. പിന്നെ മഹാനായ ഉസ്താദ് അവറുകൾക്ക് ഇനി ഞാൻ അധികമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മഹാനവറുകൾ ദാൽഹുദായിയുടെ ക്യാമ്പസിൽ കൊണ്ടുവന്ന് ഉസ്താദ് സ്വന്തം കൊണ്ടുവന്ന് ദാൽഹുദായിൽ ഏൽപ്പിക്കുന്നത്. അത് കേവലം കിതാബ് മാത്രമല്ല, എല്ലാം തന്റെ അനന്തരം ഇൽമിന്റെ വിഷയത്തിൽ ഈ മഹത്തായ സ്ഥാപനത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണോ മഹാനവറുകൾ നൽകിയത് എന്ന് നമ്മൾ ദൃഢമായി സംശയിക്കുകയില്ല, വിശ്വസിക്കേണ്ടതാണ്. അല്ലാഹു ആ പാരമ്പര്യം നിലനിർത്താൻ ദാൽഹുദാക്ക്, അതിന്റെ മക്കൾക്ക്, മഹാനായ ഉസ്താദ് അവറുകളുടെ എല്ലാ ശിഷ്യന്മാർക്കും, ഉസ്താദ് അവറുകളെ സ്നേഹിക്കുന്നവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു നല്ല പകരക്കാരെ നൽകുമാറാകട്ടെ. കിതാബ് ദാൽഹുദായിൽ കൊണ്ടുപോയി കൊടുത്തു. എന്താ കാരണം? ഇനി ഞാൻ അധിക നാൾ ഈ കിതാബ് നോക്കാനുണ്ടാവുകയില്ല. ഞാൻ ഓർക്കുന്നു, മസലയുടെ നേരത്തെ കാര്യം പറഞ്ഞില്ലേ, മക്കയിൽ വെച്ചൊരാൾ ഒരു ഉസ്താദ് ഒരു സംശയം ചോദിച്ചു ഉസ്താദിനോട്. ഞാൻ ഇപ്പോഴും ഓർക്കാണ്. ആ സമയത്ത് ആ മഹാൻ പറഞ്ഞെന്താ അറിയോ? ഞാൻ ആ ഭാഗം നോക്കിയിട്ട് കുറേ ആയി, അതുകൊണ്ട് നീ വേറൊരാളോട് ചോദിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട, ജീവിതത്തിൽ പറഞ്ഞ ഓരോ മസലയും കണിശമായ ബോധമില്ലാതെ ആ മഹാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. ആ മഹാൻ കിതാബും ഇവിടെ ഏൽപ്പിച്ചു. കഴിഞ്ഞു ഞായറാഴ്ചയാണ്. 1-ാം തീയതി കഴിഞ്ഞല്ലോ, 2 കഴിഞ്ഞ് 3-ാം തീയതി ഞായറാഴ്ച ഹദീസ് ക്ലാസ് എടുത്തു. ഉസ്താദ് ഹദീസ് എടുക്കാറില്ല ഇവിടെ. കഴിഞ്ഞ കൊല്ലം ഉസ്താദ് അവറുകൾ പറഞ്ഞു, സാധാരണ മഹാന്മാരായ ആളുകളൊക്കെ വഫാത്താകുന്നതിന് മുമ്പ് ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഹദീസ് ക്ലാസ് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയതാണ്. ആ ഹദീസ് ഞായറാഴ്ച പഠിപ്പിച്ചു, ക്ലാസ് എടുത്തു. തിങ്കളാഴ്ച തന്റെ ഇട്ട വിഷയവും താൻ പ്രാവീണ്യം നേടിയ വിഷയവുമായ കർമ്മശാസ്ത്രത്തിലെ ആധികാരിക ഗ്രന്ഥമായ തുഹ്ഫയുടെ ക്ലാസും കഴിഞ്ഞു. തുഹ്ഫയും ക്ലാസ് എടുത്തു. മഹാനവറുകൾ പിന്നെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഫത്വ, ഏതോ 2-3 ആളുകൾ ഫത്വ ചോദിക്കാൻ ഉസ്താദിന്റെ റൂമിൽ വന്നിട്ടുണ്ട്. അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് മഹാനവറുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ക്ഷീണം തോന്നുന്നത്. അപ്പോഴാണല്ലോ മഹാനായ ബഹാദുദ്ദീൻ ഉസ്താദ് അവറുകൾ ഉസ്താദ് ബന്ധപ്പെട്ട് വണ്ടി ഏർപ്പാട് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത് അപ്പോഴാണ്. അപ്പൊ മഹാനവറുകൾ ഈ രോഗത്തിലേക്ക്, വഫാത്തിനോടനുബന്ധിച്ചുള്ള രോഗത്തിലേക്ക് കടക്കുന്നത് തന്നെ തദ്രീസ് നടത്തിയാണ്. നേരത്തെ ഉസ്താദുമാർ ഇവിടെ പറഞ്ഞല്ലോ, MT ഉസ്താദ് ഇവിടെ പറഞ്ഞു, ദർസ് നടത്തിയിട്ട് ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമാണ്. അത് വെറുതെ കേവല വാക്കല്ലേ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ദാത യൗമിൻ, ഒരു ദിവസം റസൂലുള്ള അങ്ങനെ വരികയാണ്. ഫറആ മജ്ലിസൈൻ, രണ്ട് സദസ്സ് കണ്ടു. അല്ലാഹുവിന്റെ ഹബീബ് രണ്ട് സദസ്സ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അഹദുഹുമാ യദഊനല്ലാഹ്, ഒരു സദസ്സ് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ദുആ സമ്മേളനം നടത്തുകയാണ്. വയറഅബൂന ഇലൈഹി, അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സാണ്. വസാനി, രണ്ടാമത്തെ സദസ്സോ യുഅല്ലിമൂനന്നാസ്, ജനങ്ങളെ നന്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സാണ്. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു കൂടെയുള്ളവരോട്, അമ്മാ ഹൗലാഇ ഫയസ്അലൂനല്ലാഹ തആല, ഇവർ ദുആ ചെയ്യുകയാണ്. ഈ സദസ്സ് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഫഇൻ ശാഅ അതാഹും വഇൻ ശാഅ മനഹും, അവർക്ക് അല്ലാഹു ഉദ്ദേശിച്ചാൽ ദുആക്ക് ഉത്തരം കൊടുക്കും, അല്ലെങ്കിൽ അല്ലാഹു ഉത്തരം തടഞ്ഞു വെക്കും. വഅമ്മാ ഹൗലാഇ, മറ്റേ വിഭാഗം രണ്ടാമത്തെ സദസ്സ് ഫയുഅല്ലിമൂനന്നാസ്, അവർ ജനങ്ങളെ ഇൽമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഇന്നമാ ബുഇത്തു മുഅല്ലിമ, ഞാൻ മുഅല്ലിമായി നിയോഗിക്കപ്പെട്ട ആളാണ്. ثم عدل إليهم وجلس معهم, എന്നിട്ട് റസൂലുള്ളാഹി വന്നിട്ട് ഇൽമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലിരുന്നു എന്നാണ്. ഇൽമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലിരുന്നു. മഹാനായ ശൈഖുനാ അല്ലാഹു നൽകിയ സൗഭാഗ്യം, നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു വഴിയും അത് തന്നെയാണ്. പഠിപ്പിച്ചുകൊണ്ട് ക്ലാസ്സിൽ നിന്നിറങ്ങി. പിന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് ഫത്വയാണ്. ആ അന്ത്യനിമിഷവും അല്ലാഹു അതിന്റെ തന്നെ സൗഭാഗ്യം കൊടുത്തു. എന്നിട്ട് അപ്പോഴാണ് മഹാനവറുകൾക്ക് സംസാരത്തിൽ ഇഴച്ചു തോന്നുന്നത്. വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഫാത്തിഹ ഓതുന്നു എന്ന് വണ്ടിയിലുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു. ബിസ്മില്ലാഹി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതുവരെ അക്ഷരം തിരിയുന്ന രീതിയിൽ ഇങ്ങനെ ഓതിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ക്ഷീണമായി ഇങ്ങനെ അങ്ങോട്ട് നിലച്ചുപോയി എന്നാണ്. പിന്നെ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ചെറിയൊരു ബോധമുണ്ടോ എന്ന് തോന്നിയപ്പോ തസ്ബീഹ്മാല കയ്യിൽ കൊടുത്തിയപ്പോ തസ്ബീഹ്മാല ഇങ്ങനെ മറിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ബോധത്തോടെ അങ്ങനെ കിടക്കുകയാണ്. എന്തിനല്ലാഹു ബോധത്തോടെ 40 ദിവസം കിടത്തിയത്? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദിക്ർ ഇഷ്ടപ്പെട്ടവരായിരുന്നു. ഏറ്റവും കൂടുതൽ ദിക്ർ ഇഷ്ടപ്പെട്ടവരാണ്. ഞാൻ ഓർക്കുന്നു, അറഫയുടെ മണ്ണിൽ എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, രാവിലെയും വൈകുന്നേരം നീ അത് ചൊല്ലിക്കോ, നമുക്കൊന്നും വരൂല എന്ന് പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ്. ഫലസ്തീൻ യാത്ര കഴിഞ്ഞ്, ബൈത്തുൽ മുഖദ്ദസ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ യാത്ര അവസാനിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്നോട് തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, അല്ലാഹു ഖൈറാക്കട്ടെ എന്ന്. അപ്പോഴൊക്കെ ഞാൻ ഓർക്കാണ്, ഒഴിവ് കിട്ടിയാൽ മുഴുവൻ കയ്യിലൊരു ഏടുണ്ടാവും. ആ ഏടില്ലാതൊരു യാത്ര മഹാനവറുകൾ ചെയ്യാറില്ല. ആ ഏട്ടിലുള്ള ദിക്റുകൾ ഒരുപക്ഷെ ജീവിതത്തിൽ മുഴുവൻ മനപ്പാടാവും. 40 ദിവസവും ആ ബോധത്തിലാ കിടന്നത്. എന്താ ഭൗതിക ശാസ്ത്രം പോലും പറയുന്നത്? ഭൗതിക ശാസ്ത്രം പോലും പറയുന്നത്, ഒരാൾ മരിച്ചാൽ പോലും, ഇപ്പൊ ഇവരെ കണ്ടെത്തുകയാണ്, ഒരാൾ മരിച്ചാൽ പോലും 8 മണിക്കൂർ ഏത് ബോധത്തിലാണോ മരിച്ചത് ആ ബോധത്തിൽ ആൾ കിടക്കുന്നു എന്നാണ്. 8 മണിക്കൂർ ആ ബോധം തന്നെ ഓല് പറഞ്ഞത്. പുണ്യനബി പഠിപ്പിച്ച 8 മണിക്കൂറല്ല, ഇലാ ഖിയാമിസ് സഅ, ഖിയാമത്ത് നാൾ വരെ ആ ബോധമുണ്ട് എന്നാണ്. അതുകൊണ്ടാണല്ലോ പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയാണ് അയാൾ മരിക്കുക. എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് തുബഅസൂന കമാ തുമൂതൂൻ, നിങ്ങൾ എങ്ങനെ മരിക്കുന്നുവോ അങ്ങനെയാണ് നിങ്ങൾ യാത്രയാക്കപ്പെടുന്നത്. അപ്പൊ ഈ മഹാനായ ഉസ്താദ് അവർകളെ യാത്രയാക്കപ്പെടുന്ന രംഗെങ്ങനെ ഇന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഭൂമിയിൽ അല്ലാഹുവിന്റെ ആകാശത്തിന് ചുവട്ടിൽ എന്തൊക്കെ നന്മ ഉണ്ടോ ആ നന്മ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കവെയാണ് അല്ലാഹു മരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മഹാനവറുകളെ കൊണ്ടുപോകുന്നത്. ആ എല്ലാ നന്മയും, ഒന്ന് പരിശുദ്ധമായ ഹദീസിന്റെ ദർസാണ് ഞായറാഴ്ച നടത്തിയത്, തിങ്കളാഴ്ച തുഹ്ഫയുടെ ക്ലാസ്സാണ് നടത്തിയത്. അത് കഴിഞ്ഞ് വണ്ടിയിൽ കയറി, അത് കഴിഞ്ഞ് ഫത്വ നൽകുകയാണ്. അത് കഴിഞ്ഞ് വണ്ടിയിലേക്ക് കയറിയിട്ട് തന്റെ സംസാരം നിലക്കുന്നതിന് തൊട്ടു മുമ്പ് അല്ലാഹു ഈ ഭൂമി അന്ധകടാഹത്തിൽ ഏറ്റവും നല്ല വചനമായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം ഉച്ചരിച്ചുകൊണ്ടാണ് ആ മഹാന്റെ സംസാരം നിലച്ചുപോയത്. പിന്നെ ഉള്ള ബോധം മുഴുവൻ ദിക്റായിരുന്നു, അല്ലാഹ് എന്ന വിചാരമായിരുന്നു എന്നതിന് തെളിവാണത്. ഞാൻ കാണാൻ പോയി,
കാണാൻ പോകരുത് എന്ന് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ അവർകൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പോകണ്ട. ഞാനും വിചാരിച്ചു നമ്മൾ അങ്ങോട്ട് ചെന്ന് കേവലം കാണുന്നത് കൊണ്ട് എന്ത് കിട്ടാൻ, കാണാൻ പോകലല്ല വലുത്, ബുദ്ധിമുട്ടിക്കാതിരിക്കലാണെന്ന് തോന്നിപ്പോയില്ല. അപ്പോഴാണ് എന്നോട് സൈനു വിളിച്ചിട്ട് പറയുന്നത്, മകളുടെ ഭർത്താവ് സൈനു വിളിച്ചിട്ട് പറഞ്ഞു, സംസം വെള്ളം അവിടെ ഉണ്ടായിരുന്നു, തീർന്നു പോയി, നിങ്ങളടുത്ത് സംസം ഉണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ 2 ക്യാൻ സംസമുമായി പോയപ്പോ ഞാൻ വിചാരിച്ചു, പഠിച്ചോ എനിക്ക് കാണാനുള്ള ഒരു അവസരം നൽകിയല്ലോ. ആ വാതിൽ നിന്ന് ഞാൻ നോക്കിയതേ ഉള്ളൂ. നോക്കിയ സമയത്ത് കൈയിന്റെ ഒരു വിരലിങ്ങനെ അനങ്ങുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കൈയിന്റെ വിരലിങ്ങനെ ഒരു ഈ തള്ള വിരലിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. ആ കിടത്തം കണ്ടാൽ തന്നെ നമുക്ക് തോന്നും അബോധാവസ്ഥയിലല്ല, അകത്തളത്തിൽ ബോധമുണ്ട്. പക്ഷേ വെളിയിലുള്ളവരോട് സംസാരിക്കാൻ കഴിയുന്നില്ല. വെളിയിലുള്ളവരോട് സംസാരിച്ചിട്ട് കാര്യം, ഞാൻ നിങ്ങളൊക്കെ സംസാരിക്കാൻ കഴിയാനാ പോയിട്ട് ചോദിക്കൂലേ ഉസ്താദെ സുഖല്ലേ, 1 മിനിറ്റ് പോയി, 1 സെക്കൻഡ് പോയി. മരിക്കാൻ പോകുന്ന സമയത്ത് ഞാനും നിങ്ങളും സുഖല്ലമെന്ന് ചോദിച്ചിട്ട് എന്ത് കാര്യം? 10-40 ദിവസത്തോളം ആ ബോധം ആ അവസാനം പടച്ച റബ്ബിലേക്ക് നമ്മളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് പരിപാടിക്ക് വിളിച്ചാലും 1 മണിക്കൂർ നേരത്തെ വരുന്ന പോലെ മരണത്തിന് പോലും ഉസ്താദിനെ കാത്തിരിക്കേണ്ടി വന്നില്ല. എത്ര വലിയ തിരക്കുള്ള മനുഷ്യനാ, എത്ര വലിയ തിരക്കുള്ള മനുഷ്യൻ. ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കുന്നവനാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് പോലെ മരണത്തിന് പോലും ഉസ്താദിനെ കാത്തിരിക്കേണ്ടി വന്നില്ല. ആ മരണത്തിന് വേണ്ടി നേരത്തെ പോയി കടന്നു കൊടുത്തു. ആ സമ്മേളനം പോലും നിങ്ങൾ ആലോചിച്ച് നോക്കും. മഹാനായ ഉസ്താദ് വർഗരുടെ വഫാത്തിന് മുമ്പായിരുന്നെങ്കിൽ നമ്മുടെ വേദന എത്രയായിരിക്കും. ആ സമയത്താകുമ്പോഴുള്ള പ്രയാസം ആലോചിച്ചു. ആരെയും ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. അതൊക്കെ ഭംഗിയായി കഴിഞ്ഞ് പോകേണ്ടവർക്ക് എല്ലാ സ്ഥലത്തും പോയി സമ്മേളനത്തിന്റെ ഫസ്റ്റ് അവലോകനം ചെയ്യേണ്ടവർക്ക് അതിനൊക്കെ അവസരം കൊടുത്തിട്ട് വ്യാഴാഴ്ച രാവിലെയാണ് മഹാനവർഗ ലോകത്തോട് ഇവിടെ പറയുന്നത്. സാധാരണ സമസ്തയുടെ സെക്രട്ടറിയായി സമസ്ത വാഹനം കൊടുക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, ദാൽഹുദായിൽ നിന്ന് എല്ലാ വ്യാഴാഴ്ചയും ഉച്ച കഴിഞ്ഞാണ് ഉസ്താദ് തന്റെ വീട്ടിലേക്ക് പോകാറുള്ളത്. വാഹനം ലഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കുകയാണ്, ദർസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വ്യാഴാഴ്ച ഉച്ചക്കായിരുന്നു അന്ന് ഉസ്താദ് പോകാറുണ്ടായിരുന്നത്. ഇടക്കിടക്ക് വേറെ ചില ദിവസങ്ങളിൽ പോയതൊഴിച്ചാൽ. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് വ്യാഴാഴ്ച രാവിലെ മരണത്തിലേക്ക് കീഴടങ്ങി എല്ലാ ദിവസവും വ്യാഴാഴ്ച ഉച്ചക്ക് വീട്ടിലേക്ക് അന്ന് പോയിരുന്ന ഉസ്താദ് അവസാനം ഖിയാമത്തിന്റെ 2ാമത്തെ ഊട്ടുവരെ കിടന്നുറങ്ങാൻ ഉച്ചയോടുകൂടെ വീട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുകയും അസ്തമയത്തിന് വെള്ളിയാഴ്ച നോക്കൂ, അവിടെ പോലും ആ ദിവസം കാത്തിരുന്നില്ല, നേരത്തെയാണ് പോയത്. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളിലെ ഏറ്റവും ദിവസങ്ങളിലെ നേതാവാണ് വെള്ളിയാഴ്ച എന്ന് പുണ്യനബി പഠിപ്പിച്ച ആ വെള്ളിയാഴ്ച രാവിലേക്ക് കിടക്കുന്നതിന് കേവലം 1 മണിക്കൂർ മുമ്പ് ആ ദിവസത്തോട് ചെന്ന് ചേർന്ന് ഈ മണ്ണിനോട് മഹാനവറുകൾ ചേർന്നു കിടക്കുകയാണ്. അർഹമുർ-റാഹിമീനായ റബ്ബ് മഹാനവറുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. റബ്ബേ, ഈ ഉമ്മത്തിന് മഹാൻ നൽകിയ സ്നേഹം, പടച്ച റബ്ബേ ഈ സമുദായത്തോട് കാണിച്ച സ്നേഹം, പടച്ച റബ്ബേ ഈ ഉമ്മത്ത് പല ഘട്ടത്തിലും പ്രതിസന്ധിയുണ്ട് എന്ന് തോന്നുന്നിടത്ത് ആ പ്രതിസന്ധികളെല്ലാം വളരെ എളുപ്പത്തിൽ കെട്ടടിച്ചു തന്ന ആ മഹാനുഭാവൻ അർഹമുർ-റാഹിമീനായ റബ്ബേ, അവർക്ക് ഉഖറവിയായ ലോകത്തെ എല്ലാ പ്രതിസന്ധികളും നീ എളുപ്പമാക്കി തീർത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ആ മഹാനെ മരണം വരെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. ആ മഹാൻ ഞങ്ങൾക്ക് നൽകിപ്പോയതെന്താണോ അത് നിലനിർത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റബ്ബേ. ആ മഹാനുഭാവന്റെ ദറജ നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ. അവർക്ക് നല്ലൊരു പകരക്കാരെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ദാൽഹുദാക്ക് നീ നൽകണേ റബ്ബേ. സമസ്തക്ക് നീ നൽകണേ റബ്ബേ. അവർ വഹിച്ച ഏതൊക്കെ സ്ഥാനമുണ്ട് അവർക്കൊക്കെ നീ നല്ലൊരു സ്ഥാനം നൽകണേ റബ്ബേ. അല്ലാഹു നല്ലൊരു പകരക്കാരെ നൽകണേ റബ്ബേ.